നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളിലേക്ക് സ്വാഗതം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ പൊല്ലാപ്പ് നമ്മൾ കണ്ടതാണ്. അവസാനം ഗവർണറെ യാത്രയയക്കാൻ വരെ ആരും ഉണ്ടായില്ല. എന്നാൽ അതിനേക്കാളും പുപ്പലിയാണ് പുതിയ ഗവർണർ എന്ന സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും പ്രാധാന്യം എന്ന മുദ്രാവാക്യത്തോടെ ഇനി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരളത്തിലെ എംപിമാർ മുന്നോട്ട് പോകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അപേക്ഷിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താനും ബോധവാനാണ്. ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്ന് ഗവർണറുടെ വാഗ്ദാനം. ടീം കേരളയോടൊപ്പം കേരള ഗവർണറുമുണ്ട് എന്നത് ആഹ്ലാദകരവും ആവേശകരമാണെന്നും ഇതൊരു പുതിയ തുടക്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വികാരത്തോടെ മുന്നോട്ട് പോകാൻ നമുക്കാവട്ടെ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ പൊതുവായ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നേടിയെടുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികളെയും ആവശ്യങ്ങളെയും വിശദമായി മനസ്സിലാക്കുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ന്യൂഡൽഹി കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഗവർണർ യോഗം വിളിച്ചത്. ഗവർണറുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു യോഗം വിളിക്കുന്നത് ആദ്യം. കേരള ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത്താഴ വിരുന്നും ഗവർണർ ഒരുക്കിയിരുന്നു. കൂടിക്കാഴ്ചയിൽ സംസാരിച്ച എംപിമാരുടെ ഉൾക്കാഴ്ചയുള്ള കാഴ്ചപ്പാടുകൾക്ക് ഗവർണർ നന്ദി പറഞ്ഞു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ലഹരി എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ലഹരി സംഘങ്ങൾക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ഗവർണർ പറഞ്ഞു. കേരളം ഇപ്പോൾ തന്റെ സംസ്ഥാനമാണെന്നും കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകുമെന്നും ഗവർണർ ഉറപ്പ് നൽകി. മുഖ്യമന്ത്രിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടിക്കാഴ്ച ഇന്ന്. ദില്ലി കേരള ഹൗസിൽ രാവിലെ 9 മണിക്കാണ് കൂടിക്കാഴ്ച. വയനാടിന് അനുവദിച്ച വായ്പയുടെ വിനിയോഗ കാലാവധി കൂട്ടുന്നതടക്കമുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും. ആശാ വർക്കർമാരുടെ വിഷയം ചർച്ചയാകുമോ എന്ന് വ്യക്തമല്ല. ധനമന്ത്രിക്കൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണം. ഗവർണറും കേരള ഹൗസിലുണ്ടാകും. രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും പ്രാധാന്യം എന്ന മുദ്രാവാക്യത്തോടെ ഇനി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരളത്തിലെ എംപിമാർ മുന്നോട്ട് പോകണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. കേരളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താനും ബോധവാനാണ്. ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്നും ഗവർണർ വ്യക്തമാക്കി. ടീം കേരളയോടൊപ്പം കേരള ഗവർണറുമുണ്ട് എന്നത് ആഹ്ലാദകരവും ആവേശകരമാണെന്നും ഇതൊരു പുതിയ തുടക്കമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വികാരത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആകട്ടെ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളായ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ, MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ, VK ശ്രീകണ്ഠൻ, K രാധാകൃഷ്ണൻ, ഹൈബി ഈഡൻ, KC വേണുഗോപാൽ, ആന്റോ ആന്റണി, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, NK പ്രേമചന്ദ്രൻ, ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, ബെന്നി ബെഹനാൻ, രാജ്യസഭാംഗങ്ങളായ ജോൺ ബ്രിട്ടാസ്, AA റഹീം, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ, PP സുനീർ, PV അബ്ദുൾ വഹാബ്, PT ഉഷ, ഡോക്ടർ V ശിവദാസൻ, ജെബി മേത്തർ, P സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് പ്രത്യേക ക്ഷണിതാവായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.